സകല ജാതിക്കും ദൈവമവൻ, സകല പാപവും പൊറുക്കുന്നോൻ. സകല ജാതിക്കും ദൈവമവൻ, സകല പാപവും പൊറുക്കുന്നോൻ. അമ്മയെക്കാൾ എന്നെ സ്നേഹിക്കുന്നോൻ, അമ്മ മറന്നാലും മാറാത്തവൻ. അമ്മയെക്കാൾ എന്നെ സ്നേഹിക്കുന്നോൻ, അമ്മ മറന്നാലും മാറാത്തവൻ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നീ മാത്രമാണെൻ്റെ നിത്യദൈവം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 67 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൂത് നമുക്ക് കേൾക്കാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വന്ന് ആമേൻ ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കട്ടെ. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, കരയാൻ വേണ്ടി ജനിച്ചവരാണോ, എന്തെങ്കിലും പൂർവ്വശാപദോഷം കൊണ്ടാണോ, മറ്റെന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ടാണോ നമ്മളിങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് പോലും മടിച്ച് മാറി നിൽക്കുമ്പോൾ, ദൈവമക്കളെ, യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആമേ സ്തോത്രം. കാരണം ശാപത്തെ അനുഗ്രഹമാക്കുവാൻ ഈ ദൈവത്തിനേ സാധിക്കുള്ളൂ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ കർത്താവേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ മേലുള്ള എല്ലാ ദോഷഫലങ്ങളെയും കർത്താവ് മറ്റും മാറ്റിക്കൊണ്ട് അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശിരസിലേക്ക് ആണിപ്പഴുതുള്ള കരം ഒന്ന് തൊട്ടാൽ, ആമേ സ്തോത്രം, നമ്മൾ സൗഖ്യം പ്രാപിക്കും, നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. ഉറപ്പായിട്ടും നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. കാരണം ആകാശത്തിന് കീഴെ ഭൂമിക്കും ഇത് രക്ഷപ്പെടാൻ ഒരേ ഒരു നാമം. ഹല്ലേലൂയ സ്തോത്രം. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവങ്കിലേക്ക് നോക്കിയാരും ഒരു നാളും ലജ്ജിച്ചു പോകുകയല്ല. ദൈവത്തിന് സ്തോത്രം. വചനം നമ്മളെ കേൾപ്പിക്കുന്നു, അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതിയുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ആമേൻ. സകല ജാതികൾക്കും ദൈവമായ കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ജാതികളായിരിക്കുന്ന നമുക്കൊക്കെ ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, സ്തുതികളുമേൽ വസിക്കുന്ന ദൈവം, അത്യുന്നതനായ ദൈവം, ദേവഗണങ്ങളിൽ അത്യുന്നതനായ ദൈവം, സകല ജാതികൾക്കും ദൈവമായ കർത്താവ്, ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നമ്മളെയൊക്കെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, എൻ്റെ കർത്താവേ, കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും വേദനയുടെയൊക്കെയും ഇടങ്ങളിലായിരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അത്ഭുതവും അതിശയവുമായി വിളിച്ച് വേർതിരിച്ച് എൻ്റെ കർത്താവിൻ്റെ ചിറകിൻ മറവിൽ വസിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ വേർതിരിച്ചെടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെന്ന് സ്തുതിക്കുന്ന കർത്താവെ, അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഗ്ലോറി സ്തോത്രം കർത്താവെ. ജീവിതത്തിൽ ദൈവം ദാനമായി തന്ന എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെന്ന് സ്തുതിക്കുന്ന കർത്താവെ, സകല മഹത്വവും പുകഴ്ചയും അപ്പ അങ്ങെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവെ, യേശു കർത്താവ് അടിയങ്ങൾക്ക് മുൻപിൽ പറഞ്ഞു കേട്ട കാര്യങ്ങളെ അടിയങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ഞാൻ സകല ജാതികൾക്കും ദൈവമാകുന്നു. അതേ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത ദൈവത്തിന് സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞങ്ങളെ അറിഞ്ഞ പൊന്നു കർത്താവെ, ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അടിയങ്ങളെ കൺമണി പോലെ കാത്തു പരിപാലിച്ച് ഈ സമയം അത്രയും ഞങ്ങളെ അനുഗ്രഹിച്ച വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് തന്ന നന്മകളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവെ. രോഗാവസ്ഥയിലായിരിക്കുന്നവർ കർത്താവെ, മാനസികമായി പല വിധത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നപ്പാ, സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം നിൻ്റെ മക്കളെ ഒന്ന് സ്പർശിക്കണേ കർത്താവെ. സമാധാനത്തിൻ്റെ പ്രഭു എല്ലാവർക്കും കർത്താവെ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരം നിൻ്റെ മക്കളെ തൊട്ടനുഗ്രഹിക്കണേ കർത്താവെ. എൻ്റെ യേശുവേ, ഇന്ന് ഏത് വിധത്തിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളുടെ നടുവിലാണോ നിൻ്റെ മക്കൾ കഴിയുന്നത്
കർത്താവെ അത്ഭുതകരമായ വിടുതൽ നീ കൊടുത്തുകൊണ്ട് ദൈവം അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവം ആമേ സ്തോത്രം, സകലത്തിനും മതിയായവനെന്ന് പറയുവാൻ എൻ്റെ കർത്താവെ മക്കളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേ സ്തോത്രം.